ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ ഡോംസിനെ പറ്റി സംസാരിക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടറിൽ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് തന്നെയാണ് ഡോംസ് എന്ന് പറയുന്നത്. അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്ത സമയത്തൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പ്രൊഡക്റ്റുകൾ, പിന്നെ കുട്ടികളുടെ ഹൈജീൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക്കിൽ സെയിൽ ചെയ്യുന്നുണ്ട്. സോ അവരുടെ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് നമ്മൾ ഈ ഒരു ഫുൾ ഇയറിൽ നോക്കിയാൽ ഏകദേശം 20% റവന്യൂ, 21% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ നമ്മൾ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 12-12.5% പ്രോഫിറ്റ് ഗ്രോത്ത് മൊത്തത്തിൽ ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടർ നോക്കിയാൽ തന്നെ സ്റ്റോക്കിന്റെ പെർഫോമൻസ്, അതായത് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് മുമ്പ് നോക്കി ഒരു 3 ക്വാർട്ടർ മുമ്പ് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു സെക്ടറിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ഒരു 3 ക്വാർട്ടറിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ട് ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. അതായത് അവർ നല്ല രീതിയിൽ അവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അവർ പുതിയ ലാൻഡ് മേടിക്കുകയും പുതിയ അവിടെ പറഞ്ഞ മാനുഫാക്ചറിംഗ് കാര്യങ്ങളൊക്കെ പ്ലാന്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ക്യാപെക്സ് വന്നുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പറഞ്ഞ മാർജിൻ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഹിറ്റ് വന്നിരിക്കുന്നത്. കാരണം